വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ അക്കൗണ്ടൻസി പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ജേണൽ വരയ്ക്കുമ്പോൾ ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, ജേണൽ ആയതുകൊണ്ട് അടുത്തത് LF, ലെഡ്ജർ ഫോളിയോ, LF ആണ് എഴുതേണ്ടത്. ഡെബിറ്റ്, ക്രെഡിറ്റ്. പിന്നെ നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻ എഴുതി കഴിയുമ്പോഴും ആ ജേണൽ എഴുതി കഴിയുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ തന്നേക്കണത് അത് നരേഷനായിട്ട് എഴുതണം, അത് മറക്കരുത്. അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അക്കൗണ്ടിൻ്റെ പേര് കൊടുക്കണം. ഡെബിറ്റ്, ക്രെഡിറ്റ് അതെഴുതാൻ മറക്കരുത്. കിട്ടുന്ന അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ടോട്ടൽ എടുത്ത് എഴുതുന്നത് നേരെ ആയിരിക്കണം വരയ്ക്കേണ്ടത്. കിട്ടുന്ന ആൻസറിൻ്റെ നേരെ ബാലൻസ് ക്യാരിഡ് ഡൗൺ. അതിന് നമ്മൾ അടുത്ത ഡേറ്റിൽ, ഇപ്പോൾ 31 ജാനുവരിയിലാണ് ബാലൻസ് ക്യാരി ഡൗൺ കിട്ടിയതെങ്കിൽ 1 ഫെബ്രുവരിയിൽ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നും പറഞ്ഞ് ആ 99 താഴേക്ക് മാറ്റി എഴുതണം. മാറ്റി എഴുതുന്നത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ്, അത് മറക്കരുത്. അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് എഴുതുമ്പോൾ, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ ട്രയൽ ബാലൻസിൽ എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ ടോട്ടലാണ് നമ്മൾ എഴുതുന്നത്. ട്രയൽ ബാലൻസ് ആ സോൺ എന്ന് പറഞ്ഞ് നമ്മൾ ഹെഡിങ് കൊടുത്തു. പർട്ടിക്കുലേഴ്സ് ഡെബിറ്റ്, ക്രെഡിറ്റ് രണ്ട് സൈഡും ഈക്വൽ ആണ്. ഈക്വൽ ആയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കതിന് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് ആ ഡിഫറൻസിന് കൊടുക്കുകയും ചെയ്യാം. അടുത്തതായിട്ടിപ്പോൾ ക്യാഷ് ബുക്ക് വരയ്ക്കുമ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിൽ, സിമ്പിൾ ക്യാഷ് ബുക്ക് ആണെങ്കിൽ ക്യാഷ് ബുക്ക് എന്ന് കൊടുക്കണം. ഡെബിറ്റ്, ക്രെഡിറ്റ് കൊടുക്കും. ക്യാഷ് ബുക്ക് നമ്മൾ എഴുതിയാൽ അത് ക്യാഷ് അക്കൗണ്ടാണ്. ഒരേ സമയം ക്യാഷ് ബുക്ക് ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ഡെബിറ്റ്, ക്രെഡിറ്റ് എന്ന് കൊടുക്കണം. ഒരു എമൗണ്ട് കോളമാണ് രണ്ട് സൈഡിലും കൊടുക്കേണ്ടത്. അപ്പോൾ ഡെബിറ്റ് സൈഡിന് നമുക്ക് പർട്ടിക്കുലേഴ്സിന് പകരം റെസീപ്റ്റ്സ് എന്ന് എഴുതാം. ക്രെഡിറ്റ് സൈഡിൽ വേണമെങ്കിൽ പേയ്മെൻറ്റ്സ് എന്ന് എഴുതാം. ദെൻ സാധാരണ പോലെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ ഡബിൾ കോളം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് സൈഡിലും രണ്ട് എമൗണ്ട് കോളം വീതം, ഒരു ക്യാഷ് കോളം ഒരു ബാങ്ക് കോളം എഴുതണം. അതുപോലെ തന്നെ അവിടെ ഓർക്കേണ്ട കാര്യം, ഒരക്കൗണ്ടിലും ആ അക്കൗണ്ടിൻ്റെ പേര് വരില്ല. ഇപ്പോൾ നമുക്ക് രണ്ട് കേസിലാണ് കോൺട്രാ എൻട്രി വരുന്നത്. എപ്പോഴൊക്കെയാണ്? നമ്മൾ ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോഴും, ഓഫീസ് യൂസിന് വേണ്ടി ക്യാഷ് പിൻവലിക്കുമ്പോഴും എന്താണ്, കോൺട്രയാണ്. അപ്പോൾ നമുക്കവിടെ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ C എന്നുള്ളത് എഴുതുകയും വേണം. അതുപോലെ തന്നെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡബിൾ കോളം ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാഷിൻ്റെ എമൗണ്ട് കോളം ചെയ്യണം, അതിനുശേഷം ബാങ്ക് കോളം. അതുപോലെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇപ്പോൾ ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ് എന്ന് തരാം. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ ബാലൻസും ഡെബിറ്റ് സൈഡിൽ എഴുതാം. ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. ചില ക്വസ്റ്റ്യനിൽ ക്യാഷ് കോളം തരും, അതുപോലെ തന്നെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് തരാം, അതല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് തരും. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ വരും, ക്രെഡിറ്റ് സൈഡിലും വരും. അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസും ഏത് സൈഡിൽ വേണമെങ്കിലും വരാവുന്നതാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് പെറ്റി ക്യാഷ് ബുക്ക്. അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ എക്സ്പെൻസസ് എഴുതാനും സെപ്പറേറ്റ് കോളംസ് 4-5 കോളം കൊടുക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് കോളം ജനറൽ അല്ലെങ്കിൽ സൺട്രീസ് അല്ലെങ്കിൽ മിസ്സലേനിയസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്നത് എന്താണ്, മെയിൻ ക്യാഷ്യറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടാണ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബാലൻസ് എഴുതും. ദെൻ ക്യാഷ് റിസീവ്ഡ് ഉണ്ടെങ്കിൽ അത് മാത്രമാണ് ഡെബിറ്റ് സൈഡിൽ വരിക. ബാക്കി എല്ലാ എക്സ്പെൻസസും നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ടോട്ടൽ കോളം ആണ് നമുക്ക് എമൗണ്ടിൽ ആദ്യം വരിക. അപ്പോൾ ആ ടോട്ടൽ കോളത്തിൽ എന്ത് ചെയ്യണം, എല്ലാ പേയ്മെൻറ്റ്സും എഴുതണം. അതിനുശേഷം എല്ലാ കോളം ടോട്ടൽ ചെയ്യണം. ടോട്ടൽ കോളം മറ്റുള്ള എക്സ്പെൻസസിൻ്റെ കോളം ടോട്ടൽ ചെയ്യണം. മറ്റു കോളംസ് എല്ലാം ഡബിൾ ലൈൻ കൊടുത്തിട്ടേക്കണം. ടോട്ടൽ കോളം മാത്രം എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ടും ടോട്ടൽ കോളം തമ്മിൽ ബാലൻസ് ചെയ്യുക. ബാലൻസിങ് ഫിഗറിൻ്റെ നേരെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കൊടുക്കുക. ദെൻ അടുത്ത ഡേറ്റിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് ഇതിൻ്റെ താഴേക്ക് നമുക്ക് ഡെബിറ്റ് സൈഡിലേക്ക് അത് എടുത്തെഴുതണം. അതുകൂടാതെ നമുക്ക് കിട്ടിയ ടോട്ടൽ ഉണ്ടല്ലോ, ടോട്ടൽ കോളത്തിൻ്റെ ടോട്ടലായിട്ട് കിട്ടിയ എമൗണ്ട്, അത് ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് അതും ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. എല്ലാ മാസം ഓപ്പണിങ്ങിൽ സെയിം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
അടുത്തത് നമുക്ക് നോക്കാം പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ഡേ ബുക്ക് എഴുതുമ്പോൾ ക്രെഡിറ്റ് പർച്ചേസസ് മാത്രമാണ് നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ എഴുതുക. ക്യാഷ് പർച്ചേസസ് അതുപോലെ തന്നെ വേറെ അസറ്റ് പർച്ചേസ് ചെയ്താൽ അത് നമ്മൾ എന്ത് ചെയ്യില്ല, പർച്ചേസ് ഡേ ബുക്കിൽ എഴുതില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫർണിച്ചർ ഡീലർ ആൾ ഫർണിച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ അത് വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്, അത് നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ എഴുതും. അതേസമയം ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യില്ല, പർച്ചേസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ പർച്ചേസ് ഡേ ബുക്കിൽ നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നത് നെയിം ഓഫ് ദി സപ്ലയർ ആണ്. ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ ഗുഡ്സ് മേടിച്ചത് നെയിം ഓഫ് ദി സപ്ലയർ എഴുതണം. അതുപോലെ തന്നെ ഇനി സെയിൽസ് ഡേ ബുക്ക്. സെയിൽസ് ഡേ ബുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യാനുള്ളതാണ് സെയിൽസ് ഡേ ബുക്ക്. ക്യാഷ് സെയിൽസ് അതുപോലെ തന്നെ വേറെ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെയിൽസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെയിൽസ് ഡേ ബുക്കിൽ നമ്മൾ എഴുതുന്നത് നെയിം ഓഫ് ദി കസ്റ്റമറാണ് എഴുതേണ്ടത്. ട്രേഡ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്നർ കോളത്തിൽ എന്ത് ചെയ്യണം, അത് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. അടുത്തതാണ് സെയിൽസ് റിട്ടേൺ ബുക്ക്. അതായത് നമ്മൾ വിറ്റ സാധനങ്ങൾ തിരികെ കിട്ടുന്നു. ഇപ്പോൾ സെയിൽസ് റിട്ടേൺ ബുക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദി കസ്റ്റമറാണ്. പിന്നെ ഉള്ളത് ഡെബിറ്റ് നോട്ട് നമ്പർ. അത് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സെയിൽസ് റിട്ടേൺ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ക്രെഡിറ്റ് നോട്ട് നമ്പർ അവിടെ എഴുതാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ ബുക്കാണെങ്കിൽ നെയിം ഓഫ് ദി സപ്ലയർ എഴുതണം. അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ട് നമ്പർ NOTE നോട്ട് നമ്പറാണ് നമുക്കവിടെ കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഏതാണ് തന്നിരിക്കുന്നത്, ഇപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, സർട്ടൻ ഐറ്റംസ് ആഡ് ചെയ്യും, ചിലത് ലെസ് ചെയ്യും. കിട്ടുന്ന ആൻസർ അപ്പോൾ എന്തായിരിക്കും, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബൈ ഹാർട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഓർക്കേണ്ട കാര്യം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കും ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ തന്നെയാണ്, സെയിം തന്നെയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ആസ് പെർ പാസ്ബുക്കും ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കും സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ കിട്ടുന്ന ആൻസർ അടുത്തതായിരിക്കും. ഇപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് തുടങ്ങിയാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, പാസ്ബുക്ക് ബാലൻസ് ആണ് അവിടെ നമുക്ക് ആൻസറായിട്ട് കിട്ടാൻ പോണത്. പിന്നെ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ രണ്ട് മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അതുപോലെ തന്നെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ മെഷീനറി അക്കൗണ്ട് അല്ലെങ്കിൽ പ്ലാന്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ സാധാരണ പോലെ തന്നെ ഓർക്കേണ്ട കാര്യം അസറ്റ് വാങ്ങിയ ഡേറ്റ് മുതൽ എന്നാണോ ആ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നത് അന്ന് വരെയുള്ള ഡിപ്രീസിയേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ഡേറ്റ് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയാണെങ്കിൽ 1 ഇയർ വരെ, അതല്ല ആ വർഷത്തിൻ്റെ ഇടയ്ക്കാണ് വാങ്ങിയെങ്കിൽ എത്ര മാസം ഉണ്ടെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ വർഷം സെയിം ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണെങ്കിൽ ഓരോ വർഷവും ആ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ആ ഡേറ്റ് ഓർമ്മയിൽ വേണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഫൈനൽ അക്കൗണ്ട്സ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് റിസൾട്ട് എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കിവിടെ ചിലപ്പോൾ ചോദിക്കും ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ ഇക്വേഷൻ എഴുതി കണ്ടുപിടിക്കാം. ഇപ്പോൾ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എന്ത്, ഗ്രോസ് പ്രോഫിറ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷനാണ് എന്ത്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. സെയിൽസിൽ നിന്ന് ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹെഡിങ് എഴുതുമ്പോൾ ഓർക്കണം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് എന്നെഴുതി ഡേറ്റ് കൊടുക്കണം. DRCR എഴുതാൻ മറക്കരുത്. ഇനി ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ 2 സൈഡാണുള്ളത്, ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ലിക്വിഡിറ്റി ഓർഡർ അല്ലെങ്കിൽ പെർമനൻസ് ഓർഡർ ഉണ്ട്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റ് ആദ്യം എഴുതും, ദെൻ ഫിക്സഡ് അസറ്റ്സിലേക്ക് പോകും, അല്ലെങ്കിൽ അതിൻ്റെ റിവേഴ്സ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മെയിൻ പോയിൻറ്റ്സ്. താങ്ക് യു.